കൂട്ടുകുടുംബത്തോടൊപ്പം സ്നേഹത്തോടുകൂടെ വീട്ടിൽ കഴിയുന്ന ഈ സമയത്ത് നമ്മുടെ മക്കളുടെ ക്രിയാത്മകതയെ രൂപപ്പെടുത്തുന്നതിൽ, വളർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു മേഖലയാണ് കുട്ടികളുടെ നിർമ്മാണ വൈഭവം. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വെബ്സൈറ്റാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതേറെ സഹായകരവും ഉപകാരപ്രദവുമാണ്. സ്കൂളുകളിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ കുട്ടികൾക്ക് വലിയ രൂപത്തിലുള്ള ഒരു പ്രാധാന്യം ഇതിലൂടെ നേടിയെടുക്കാൻ കഴിയും. ഒറിഗാമി എന്ന പേരിൽ അറിയപ്പെടുന്ന പേപ്പർ ക്രാഫ്റ്റ് എന്നോ അല്ലെങ്കിൽ ഹാൻഡ് ക്രാഫ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ രീതി വളരെ ഉപകാരപ്രദമാണ്. ഈ വെബ്സൈറ്റിൽ നിരവധിയായ ഒറിഗാമി രീതികൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ചിത്രങ്ങളായി മാത്രമല്ല കാണിക്കുന്നത്, മറിച്ച് നിർമ്മാണ രീതിയുടെ വ്യത്യസ്ത ഘട്ടങ്ങൾ, അവയുടെ ഓരോ ഘട്ടങ്ങളിലെയും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് തുടങ്ങി വിശദമായ വിവരങ്ങളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇത് ഏറ്റവും ഉപകാരപ്പെടുന്നത് ചെറിയ LKG മുതൽ 8th ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്രദമാണ്. എങ്ങനെയാണ് ഓരോന്നും ചെയ്യുന്നത് എന്നതിൻ്റെ വിശദമായ രൂപങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. വലതുഭാഗത്ത് കാണുന്ന ഒറിഗാമി വേ എന്ന ഭാഗത്ത് കാണുന്ന ഈസി, ഒറിജിനൽ ബേർഡ്സ്, ഒറിഗാമി ബേർഡ്സ്, അങ്ങനെ ഒറിഗാമി ടോയ്സ് നിരവധിയുണ്ട്. അതിൽ ഈസി എന്ന് എന്നിടത്ത് ക്ലിക്ക് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ചെറിയ തോതിലുള്ള കുറേ ക്രിയേറ്റിവിറ്റികളാണ് അവിടെ കാണുന്നത്. അതിൽ നമ്മൾ ക്യാറ്റിൻ്റെ ഹെഡാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പണായി വരുന്നത് ഇങ്ങനെ ഒരു ചിത്രം മാത്രമല്ല, എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നാണ്. ചതുരത്തിലുള്ള ഒരു പേപ്പർ, അതിൻ്റെ നെടുകെ മടക്കി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അവിടെ കൊടുത്തിട്ടുണ്ട്. ചിത്രം നോക്കിയും പഠിക്കാം, വായിക്കാൻ അറിയാവുന്നവർക്ക് ഇംഗ്ലീഷ് വായിച്ചും അത് മനസ്സിലാക്കാവുന്നതാണ്. നെടുകെ മടക്കി, തുടർന്ന് അതിൻ്റെ മടക്കിയതിനു ശേഷം വീണ്ടും ഒരു മടക്ക്, അങ്ങനെ ചെറിയ ചെറിയ മടക്കുകൾ മടക്കി പൂർത്തിയാകുമ്പോഴേക്കും നമുക്ക് മനോഹരമായ ഒരു ക്യാറ്റിൻ്റെ രൂപം അവിടെ ലഭിക്കുകയാണ്. ഇത് മക്കൾക്ക് ചെയ്യാൻ വേണ്ടത് 10 മിനിറ്റ് മാത്രമാണെന്ന് തിരിച്ചറിയുക. കുട്ടികൾക്ക് ഇതിനേറെ താല്പര്യവുമുണ്ടാകുമെന്നതുകൊണ്ട് നിർബന്ധമായും കുട്ടികളെ ഇത് പരിശീലിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രവുമല്ല, വെറും ക്യാറ്റ് മാത്രമല്ല ഇതിലുള്ളത്, ഒരുപാട് മൃഗങ്ങൾ, അതുപോലെ തന്നെ ബേഡ്സുകൾ, അങ്ങനെ തുടങ്ങി ഫ്ലവേഴ്സ്, ബോക്സസ്, കുട്ടികൾക്ക് സ്കൂളുകളിൽ ഏറ്റവും ഉപകാരപ്രദമായ കുറേ കാര്യങ്ങൾ ഇതിൽ കാണാവുന്നതാണ്. ആനിമൽസ് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഡയറക്റ്റ് പൂച്ചയുടെ ഹെഡ് തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് വളരെ മനോഹരമാണ്. നേരത്തെ ചെയ്തത് ബാക്കിൽ നിന്നുള്ള കാഴ്ചയാണെങ്കിൽ ഇത് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ഹൃദ്യമായ കാഴ്ച. നോക്കൂ, എത്ര എളുപ്പത്തിലാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ്. ഇതിനുവേണ്ടി സമയം ചെലവഴിക്കേണ്ടത് വെറും 5-10 മിനിറ്റാണ്. പക്ഷേ മക്കളുടെ ക്രിയേറ്റിവിറ്റി ഏറ്റവും ഉപകാരപ്രദമായി നമുക്ക് ഉപയോഗപ്പെടുത്താനും കഴിയും. അതിൻ്റെ മറ്റൊരു ഭാഗം ഫ്ലവേഴ്സുകളാണ്. ഫ്ലവേഴ്സുകളിൽ നിരവധിയായ ഫ്ലവേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് രൂപത്തിൽ ചെയ്യണമെന്ന് ഒരു പേജിൽ കാണുന്നില്ലെങ്കിൽ നെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പോയാൽ നമുക്ക് അതിൻ്റെ പൂർണ്ണമായ രൂപം ഇവിടെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയി മക്കളുടെ ക്രിയേറ്റിവിറ്റിയെ വളർത്താൻ നമുക്ക് കഴിയുന്നത്. നോക്കൂ, സിമ്പിൾ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി വൃത്തിയുള്ള ഒരു ഫ്ലവർ നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്നുവെന്ന് ചുരുക്കം. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോയ്സ് നിർമ്മാണം, അതുപോലെ ഹേർട്സുകൾ അഥവാ ലവ് ചിഹ്നങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് രൂപങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാർ ഈ വെബ്സൈറ്റ് പരിചയപ്പെടുകയും ഒന്ന് മനസ്സിലാക്കിയാൽ മക്കൾക്ക് ഏറെ ഉപകാരപ്രദമായ രൂപത്തിൽ നമുക്ക് ഈ അവധിക്കാലത്തെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഇതിന് ഉപയോഗപ്പെടുത്തേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. www.origamiways.com എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ വിശദമായി അഡ്രസ്സ് കൃത്യമായി നോക്കി സെർച്ച് ചെയ്യുകയോ ഒറിഗാമി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയോ ചെയ്താൽ നമുക്കത് ലഭിക്കുന്നതാണ്. ഈ കാണുന്നത് പോലെ ഒറിഗാമി സെർച്ച് ചെയ്തതിന് ശേഷം ഒറിഗാമി വേസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒറിഗാമിയുടെ ഈ വെബ്സൈറ്റിലേക്ക് എത്തിപ്പെടാൻ കഴിയും. മൊബൈലിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്.